ഡെസേർട്ട് നിങ്ങൾ കഴിക്കാണ്ടിരിക്കുക കേട്ടോ നല്ലത്. കഴിച്ചു തുടങ്ങിയാലുണ്ടല്ലോ പിന്നെ അവസാനിപ്പിക്കൂല. അത്രയ്ക്ക് ടേസ്റ്റാണ്. വേറൊന്നുമല്ല, ലാലേട്ടൻ സ്പെഷ്യൽ ഡെസേർട്ടാണ്. അതും ഈ ഒരു രീതിക്ക് തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി നമുക്കിതിലേക്ക് നേന്ത്രപ്പഴം വേണം. അത്യാവശ്യം നന്നായി പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് വേണ്ടത്. അത് ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നെയ്യ് വെച്ച് ചൂടായ പാനിലേക്ക് നമുക്ക് ഓരോ പീസായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡും നമുക്ക് തിരിച്ചും മറിച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. താഴ്ഭാഗം ഒന്നായിട്ട് വന്നാലോ ഒന്ന് അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും നന്നായിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. പിന്നെ അതിലേക്ക് ശർക്കരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ശർക്കര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റിൽ കുറച്ച് തേങ്ങ ചെരുവി എടുത്തതും കൂടി അങ്ങ് ഇട്ട് കൊടുത്ത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ലാലേട്ടന് ഇതിലേക്ക് ഈ ഒരു ടൈമിൽ റമ്മും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളത് ചെയ്യുന്നില്ല കേട്ടോ. ഇതിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റിയെടുക്കാം. ടോപ്പിംഗ് ആയിട്ട് വേണ്ടത് നമുക്ക് ഐസ്ക്രീം ആണ്. ലാലേട്ടന് വനില ഐസ്ക്രീം മാത്രം യൂസ് ചെയ്തിട്ടാട്ടോ ടോപ്പിംഗ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ ബട്ടർ സ്കോച്ചും വനില ഐസ്ക്രീം രണ്ടും എടുക്കുന്നുണ്ട്. ബട്ടർ സ്കോച്ച് വെച്ച് കഴിച്ചപ്പോൾ വനിലയെക്കാട്ടിലും ടേസ്റ്റ് തോന്നിട്ടോ എനിക്ക്. ഇനി അതിന്റെ മുകളിലായിട്ട് കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ നട്ട്സും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാലേട്ടൻ സ്പെഷ്യൽ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ആണ്.